ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അത്ര വലിയ ലോങ് റൈഡൊന്നുമല്ല. ഇവിടെ വളരെ അടുത്തുള്ള സ്ഥലം പെരുമ്പാവൂരിനടുത്ത് ഇരിങ്ങോൽക്കാവ് എന്ന് പറയുന്നൊരു അമ്പലത്തിലേക്കാണ്. നമ്മുടെയൊക്കെ എന്താ പറയുക, റൈഡേഴ്സ് അല്ല, യാത്രയുടെ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്ന സന്തോഷ് കുളങ്ങര പണ്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും വലിയ യാത്ര പോകാൻ ഹിമാലയം വരെ പോകാനുള്ള പൈസയൊന്നും വേണമെന്നില്ല. ചെറിയ സ്ഥലങ്ങൾ, തൊട്ടടുത്തുള്ള അമ്പലങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ സിമ്പിളായിട്ട് യാത്ര തുടങ്ങിയാൽ മതി എന്ന് പറയാം. അതുപോലെ ഇപ്പം ഇന്ന് ഞായറാഴ്ച എന്തായാലും വെറുതെ ഫ്രീ ടൈം. അപ്പോൾ ഇത് ഇദ്ദേഹം കണ്ടുപിടിച്ചല്ലോ കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് പോകാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ഇരിങ്ങോൽക്കാവ്. അതായത് എന്തായാലും ഇന്ന് അങ്ങോട്ട് പോവാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് ഇരിങ്ങോക്കാവ് പോയിട്ടുണ്ടാ പോവാന്ന്. നീ പോയിട്ടില്ല പറഞ്ഞു. പോയിട്ടില്ല, അതെന്റെ ആഗ്രഹം കൊണ്ടല്ലോ പറഞ്ഞത്. അപ്പൊ ആഗ്രഹത്തിന്റെ പുറകെ പോകുന്നു. നോർമലി സൺഡേ ഈ റൂട്ട് റൈഡേഴ്സിനൊക്കെ കാണുന്നതാണ്. ഇന്നിപ്പോ എന്താണെന്നറിയില്ല, ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ പെരുമ്പാവൂരെത്തി. ആലുവ കഴിഞ്ഞപ്പോൾ മുതൽ ഈ വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയതാണ്. പിന്നെ LPGയുടെ പ്രശ്നം വളരെ രൂക്ഷമായതുകൊണ്ട് ഒരു ഹോട്ടലും തുറന്നിട്ടില്ല. അവസാനം പെരുമ്പാവൂരെത്തി ഒരു ഹോട്ടൽ കിട്ടാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓരോ മസാല ദോശ പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവും ബാക്കി. അങ്ങനെ നമ്മൾ ഇരിങ്ങോൽക്കാവെത്തി. പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 ശേഷവും ഉത്സവാദികാല സന്ദർശകർക്ക് വനത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നല്ല. നോട്ടീസാ. കമൺ. നൈസ് ആംബിയൻസ് ആണ് ഇവിടെ. ഫോട്ടോ ഉണ്ട്. നല്ല ഏർലി മോർണിംഗ് വന്നു വെച്ചിട്ടുണ്ടല്ല, പൊളി വൈബായിരുന്നേ. ഇപ്പോഴും വൈബൊക്കെ തന്നെ. ചൂടില്ല.
കുളമാണിത്. Yes. ഒരു കുളം. അത് വേണ്ട വേണ്ട വേണ്ട, കയറാതിരിക്കാൻ വേണ്ടിയാണ് ലോക്ക് ചെയ്തത്. നോറിസ് വേണ്ട. കുളം, നല്ലൊരു കുളം, ബട്ട് ക്ലീൻ അല്ല. ആ, ഈ ക്യാമറ ഉണ്ട്. അവള് പറഞ്ഞ് ചാടിക്കോന്ന്. ഗേറ്റ് പൂട്ടിട്ട് ആ സൈഡിൽ കൂടി ചാടി കയറി. ആ, ക്യാമറ. അല്ല, ഇതിനുള്ളിൽ അതല്ല, ഇതിനുള്ളിൽ വണ്ടി കയറ്റാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ടൂ വീലർ വരുന്നു. നോക്കാം. അല്ല, ഇവിടെ ടൂ വീലർക്ക് ഇവിടെ ഉണ്ടല്ലോ. അവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ട് ടൂ വീലർ അകത്തേക്ക് കയറാൻ പാടില്ലെന്ന്. എവിടെ വണ്ടി കയറി? ഇവിടെ ക്യാമറയിൽ വീഡിയോ എടുക്കരുതെന്നൊന്നും ഞാൻ കണ്ടില്ല എഴുതിയതായിട്ട്. ടൂ വീലർ കയറരുതെന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കണ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇതേ ടൂ വീലേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറിയപ്പോൾ തന്നെ കുറേ പേര് ഫോട്ടോ എടുത്തോണ്ടിരിക്കണായിരുന്നു. നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഒരു വഴി കണ്ട്. ജസ്റ്റ് ഒരു കാട്ടിലേക്കുള്ള വഴി, അത്രേ ഉള്ളൂ. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ആ, ക്ഷേത്ര പരിസരത്ത് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഈസ് നോട്ട് അലൗഡ്. നൈസ് ആംബിയൻസ് അല്ലേ? ചെറുപ്പില്ലാതെ ഇങ്ങനെ മണ്ണും കല്ലും നടക്കാൻ സുഖമല്ല. അത് ഈ ഉണക്കല ഭയങ്കര സ്മൂത്തായിരിക്കും. സാധാരണ ഉണക്കല കറുകറാന്നല്ലിരിക്കും. ഈ വഴി എങ്ങോട്ടാ ലീഡ് ചെയ്യണമെന്ന് അറിയാമോ? ഈ വഴി എവിടെ വരെ ഉണ്ട്? കുറച്ചേരം നോക്കിയിട്ട് ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. വാവ്, ഇത് ഉണങ്ങിയിരിക്കണുണ്ട് ഇത് മരം. സൂപ്പർ വഴിയല്ലേ, സൂപ്പർ പ്ലേസ്. കുറച്ചും കൂടി രാവിലെ വരുന്നുണ്ടെങ്കിൽ കിടിലനായാണ്. ബാ, വാട്ട് എന്താണ്? ഓ, തേരട്ടെ, ഇതായിരുന്ന മുളിങ്ങ. വാ, ഇതൊക്കെ സ്ഥിരം കാണുക. വാ, നെവർ മൈൻഡ്. ഇവിടെ ഏതോ അപ്പൂപ്പന്താടിയുടെ മരം ഉണ്ട് കേട്ടോ. ഫുള്ള് അപ്പൂപ്പന്താടികളാ. അപ്പൂപ്പന്താടീസ്, നല്ല വലിയ അപ്പൂപ്പന്താടി ഉണ്ടോ?
കളക്കൻ യുവാൻ ബുദ്ധിമുട്ടേ നോക്കട്ടെ. ഇനി തലയും കുത്തി വീഴില്ലട്ടാ, കയ്യിലെടുത്ത് വീഴുമ്പോ. തലേ കുടുങ്ങി. തോളത്ത് അതന്നെ. എന്ത് സോഫ്റ്റ് ആടോ. തേനീച്ചക്കൂടാണോ? കണ്ടിട്ട് തേനീച്ചക്കൂടാണല്ലേ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ വഴി. എന്താണ് ചെറുപ്പത്തിൽ ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഒളിച്ചുമ്പാത്തൊക്കെ കളിക്കുന്നു. അവിടെ ഇത്രയും കാടൊന്നല്ല, എന്നാലും നോക്കി. ചെറിയൊരു പൊത്തല്ലേ. പക്ഷെ ഇതിങ്ങനെ ഇരിക്കണില്ലേ, ഇതിങ്ങനെ. ഇവിടുന്ന് വേറെ ഒരു വഴിയും കൂടി ഉള്ള പോലെ. 2 വഴിയാണത്. റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഉണ്ടല്ലോ വഴി. ഒരു ഏത് വഴി പോകണം? റൈറ്റ് ഓർ ലെഫ്റ്റ്? 3 വഴിയുണ്ട്. 3? അതേ സ്ട്രെയിറ്റ് ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് തിരിക്കാം അമ്പലത്തിലോട്ട്. അല്ലെ? എന്നാ ഓക്കെ. നത്തിങ് ഗോസ് റൈറ്റ്, ഗോ ലെഫ്റ്റ് എന്നുള്ള. ലെഫ്റ്റ്. ഞാൻ ചെല്ലടുത്ത് പറഞ്ഞിട്ട് റൈറ്റിലേക്ക് പോവാം. പറ്റില്ലേ? ചിലപ്പോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അമ്പലത്തിലേക്ക് എത്തുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പേ പോയൊരു അപ്പൂപ്പൻ പായസവും പിടിച്ച് പോകില്ലല്ലോ. തിരിച്ച് അമ്പലത്തിലേക്ക് എത്താനാണെന്നുണ്ടെങ്കിൽ പുള്ളി വീട്ടിലേക്ക് പോകുന്ന രീതിയിലാണ് പോകുന്നത് തോന്നിയത്. എവിടെ എത്തുന്നുള്ള ധാരണ ഉണ്ടാ? ഇങ്ങോട്ട് പോവാ. നിങ്ങൾ എങ്ങടാ പോകുന്നുള്ള നിശ്ചയം ഉണ്ടോ? ഇല്ല. ഏതില്ലത്തുനിന്നാണാവോ തമ്പുരാട്ടി? മേമനില്ലത്തേ വാമന നമ്പൂരിയുടെ മോളാണോ? പിന്നെ അത് റോഡ് എത്തിയട്ടെ നമ്മ. വി റീച്ച് ദ റോഡ്. അപ്പൊ നമ്മ കാട്ടിലൂടെയൊക്കെ നടന്നു തിരിച്ച് ആ അമ്പലത്തിന്റെ ഏരിയയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന്റെ പരിസരത്ത് ക്യാമറ യൂസിങ് നിരോധിച്ചിരിക്കുന്നു. ബിക്കോസ് ഓഫ് ടു മച്ച് റീലോളീസ്. പക്ഷെ അവര് പറഞ്ഞ ഒരു സംഭവം എനിക്ക് സെൻസായില്ല. അതായത് ഈ എൻ്റെ ഇപ്പോൾ ഉള്ളത് ഗോപ്രോയാണ്. അത് യൂസ് ചെയ്യാൻ പാടില്ല, മറ്റേ പ്രൊഫഷണൽ DSLR ക്യാമറാസ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ മൊബൈലിൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. അതെന്താണ് അങ്ങനെ എന്നെനിക്ക് മനസ്സിലായില്ല. റീലോളികളെ ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ വെഡിങ്ങിന്റെ. പക്ഷെ ശല്യം അവർക്ക് സ്റ്റുഡൻസും മറ്റേ കോളേജ് പിള്ളേരുമാണെന്നല്ലോ പറഞ്ഞു. അപ്പൊ അത് കാരണമാണ് ഇവർ ഹൈക്കോടതി വഴി അങ്ങനെ ഒരു സ്റ്റേ മേടിച്ചതെന്നൊക്കെയാണ് പറയണത്. വാട്ടെവർ. ഏതെങ്കിലും ഒരു വെറൈറ്റി കിളികൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ ആ ശബ്ദം. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ചമ്പലത്തിന്റെ ഏരിയയിലേക്ക് എത്താറായി. പിന്നെന്താണ്, മാർച്ച് 24 ഇവിടെ പൂരത്തിന്റെ കൊടികേറിനാണ്. അപ്പൊ കുറെ അധികം പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ പെരുമ്പാവൂരിന്റെ അടുത്തുള്ളവരോ എറണാകുളത്തുള്ളവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യുക. പൊളിപ്പരിപാടിയൊക്കെയാണ്. ചാക്യാർകൂത്തുണ്ട്. ഏതാണ്? കുറുത്തിയാട്ടം, ഓട്ടം തുള്ളല്, പിന്നെ ഗാനമേള, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. വാവ്.
വേര് പോയേക്ക് നോക്കി. ക്യാൻ യു പ്ലീസ്? ഇത് നോക്കിയേ, ഇത് മരമല്ലട്ടാ, ഇതൊരു കാട്ടുവള്ളിയാണ്. കാട്ടുവള്ളിയുടെ വണ്ണം കണ്ട എൻ്റെ കൈ വെച്ചിട്ട്. ഇത്രയും വണ്ണത്തിലുള്ള കാട്ടുവള്ളി പോയേക്ക് നോക്കി. ആ അതെ, അത് വേറൊരു വള്ളിയാണല്ലോ. പക്ഷെ ഇപ്പുറത്തെ വള്ളിയിൽ മുള്ളില്ല, വേറൊരു ചെറിയൊരു വള്ളി പോയിട്ടുണ്ട്. അതിൻ്റെ എന്ത് വലിയ മുള്ളാണത്. ഈ വള്ളിയിൽ നിറച്ച് മുള്ള. പിന്നെ അപ്പൊ ഇവിടെ മുല്ലപ്പൂ ചൂടിയിട്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതായത് സുഗന്ധ പുഷ്പങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ചെത്തി, താമര, അതേപോലെ തുളസി, ഈ 3 പുഷ്പങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മണമില്ലാത്ത പുഷ്പങ്ങൾ. പിന്നെ വേറെ ഇവിടുത്തെ ദേവി എന്ന് പറയുന്നത് ശാന്ത സ്വരൂപിണിയാണ്. അപ്പം അതുകൊണ്ടാണ് അത്ര വലിയ ആർഭാടങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അത്ര ഇങ്ങനെ സുഗന്ധ പുഷ്പങ്ങളൊന്നും വേണ്ട, മണമില്ലാത്ത പുഷ്പങ്ങൾ മതി എന്നുള്ള തീരുമാനം. പിന്നെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 ഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത്. രാവിലെ സരസ്വതി ദേവിയും, ഉച്ചയ്ക്ക് ഭദ്രകാളിയും, വൈകിട്ട് ലക്ഷ്മി ശാന്ത രൂപണയും. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്ക് വീണ്ടും എത്തി. കണ്ടതേ അവിടെ നിങ്ങോടുള്ള വഴി ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടോ, ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് റീലോളീസ്. നമ്മളോ വി ആർ വ്ളോഗേഴ്സ്. ചെറിയ വട്ടല്ലട്ടാ. അപ്പൂപ്പനായി ഹായ്. ലോങ്ങിന്ന് അമ്പലം കാണാനായിട്ട് പൊളി. ദേവിനെ കാണാ. ദേവിനെ കാണാൻ പറ്റില്ല ഇവിടെ. ആണ് അത് ഞാൻ പറയാനുള്ള. ദേവി ദേവി ദേവി. അങ്ങനെ നമ്മൾ ഇരിങ്ങോൽക്കാവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ്. സമയം ഏതാണ്ട് 11:30 ആയി. എങ്കിലും ഇവിടെ ഇപ്പോഴും വെയിലൊന്നും വന്നിട്ടില്ല, നല്ല അന്തരീക്ഷം. അപ്പോൾ പെരുമ്പാവൂരിനടുത്തുള്ളവരൊക്കെ ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യുക, മനസ്സൊക്കെ ഒന്ന് ശാന്തിയാവും അല്ലേ? അതെ അതെ, ശാന്തിയായോ? ശാന്തതയിൽ പറഞ്ഞ അതെ അതെ. ഓക്കെ, മാഡം ശാന്തിയായി. അതുകൊണ്ട് ഇന്ന് ശാന്തിയാണ്. ഇന്ന് മറ്റേ ഇതാണ്, എന്താണ്, ശാന്ത സ്വരൂപിണി. അതെ, ഇന്ന് ശാന്ത സ്വരൂപിണി, അല്ലെങ്കിൽ ശാന്ത സ്വരൂപിണി. അതെന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. കുളം നമ്മ വന്നപ്പോ കാണിച്ചല്ലേ. അപ്പൊ കുളത്തിന്റെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. Until next video, Shambho Mahadeva.